നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദ ഹ്യൂമിലിയേഷൻ ഓഫ് എ ബ്രൗൺ ചൈൽഡ് ഇൻ എ യൂറോപ്യൻ സ്കൂൾ എന്നുള്ള ലെസണുമായിട്ടാണ്. ആക്ച്വലി ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമ്മിൽ പഠിക്കാനുള്ള ഡിസ്കോസിംഗ് ഡൈവേഴ്സിറ്റീസ് റീഡിങ്സ് ഓൺ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്നുള്ള ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണിത്. ആ ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ വലിയ റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോസ് ഇടാനായിട്ട് ലേറ്റ് ആകുമ്പോഴും പലരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു, പലരും എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ മടി പിടിച്ചിരിക്കുമ്പോഴും എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരുന്നു പലരും. അപ്പം എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ പോസിബിൾ ആക്കിയത് നിങ്ങൾ ഓരോ സ്റ്റുഡൻസുമാണ്. കാരണം ഞാൻ മടി പിടിച്ചിരിക്കുമ്പോഴും എനിക്ക് ടെക്സ്റ്റ് സെൻഡ് ചെയ്ത് തന്നും അതുപോലെ വീഡിയോസ് ഇടുന്നില്ല എന്ന് ചോദിച്ചും ഒക്കെ എന്നെക്കൊണ്ട് വീഡിയോസ് ഇടിപ്പിച്ച ഒരുപാട് പേരുണ്ട്. ടെക്സ്റ്റ് സെൻഡ് ചെയ്ത് തന്നവർക്കാണ് സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എനിക്ക് ടെക്സ്റ്റ് PDF ആയിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ സെൻഡ് ചെയ്ത് തന്നു മെയിലിലൂടെ. അതിൽ അഭിനന്ദ് ഉണ്ട്, ദിയയുണ്ട്, അതുപോലെ ആരോമലുണ്ട്, ഐശ്വര്യ ഉണ്ട്, ഐശ്വര്യ നായർ ഉണ്ട്, അതുപോലെ ഐശ്വര്യ ശശിധരനുണ്ട്, ആതിരയുണ്ട്, ദെൻ ഷൈമയുണ്ട്, പിന്നെ സിദ്ധാർത്ഥ് ഉണ്ട്, അതുപോലെ റഫ്നത്ത് ഉണ്ട്, ദെൻ ഐശ്വര്യ ടി, അതുപോലെ ഐശ്വര്യ PP, ദെൻ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. പേര് കൃഷ്ണപ്രിയ ഉണ്ട്, ദിയയുണ്ട്, ഖദീജയുണ്ട്, ആൻഡ് ശ്രീഷ്മയുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പം കുറച്ച് പേരുടെ പേരൊക്കെ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. അതുപോലെ ടെക്സ്റ്റ് അയച്ചു തന്നാൽ എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് കമലാദാസ് ആണ്. കമലാദാസിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ കഥ എന്ന് പറയുന്ന ആ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ആൻഡ് ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമലാദാസിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ്. അതായത് കാര്യം പറയുന്ന പോലെയുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ശരിക്കും കമലാദാസിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. കമലാദാസിനെ പറ്റി അങ്ങനെ കൂടുതൽ പറയേണ്ടതില്ല. കമലാദാസ്, കമല സുരയ്യ, മാധവിക്കുട്ടി, അങ്ങനെ നമുക്ക് ഓരോ മലയാളിക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് കമലാദാസ്. നീർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കമലാദാസ്. മാധവിക്കുട്ടി എന്നറിയപ്പെടുന്നു. പുന്നേർക്കുളത്താണ് ജനിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യമില്ല. കമലാദാസ് ജനിച്ചത് ആക്ച്വലി കേരളത്തിലാണെങ്കിലും വളർന്നത് കൽക്കട്ടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൽക്കട്ടയിലെ കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിലൂടെ പറയുന്നത്. നമുക്ക് സ്റ്റോറി നോക്കാം. വെൻ ഐ വാസ് എ ലിറ്റിൽ ചൈൽഡ് ഗ്രോയിങ് അപ്പ് ഇൻ കൽക്കട്ട, ദ ബ്രിട്ടീഷ് സ്റ്റിൽ റൂൾഡ് ഇന്ത്യ. സോ ഞാൻ കൽക്കട്ടയിൽ ജീവിക്കുന്ന സമയത്ത്, ഒരു കുട്ടിയായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയമായിരുന്നു. അവർ ഇന്ത്യ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ഗുഡ് സൊസൈറ്റി ദേ ബിഹേവ്ഡ് ലൈക്ക് അവർ ഈക്വൽസ്. പക്ഷേ ചില സൊസൈറ്റീസിൽ, ചില സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ചില സൊസൈറ്റീസിൽ അവർ നമ്മൾ ഇന്ത്യൻസിനെയും അവർ അവരുടെ ഈക്വൽസായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്, ചില നല്ല ആൾക്കാർ. It was normal for a British family to have one or more two close friends among the Indians with whom they were on visiting terms. സോ അത് ആ ഒരു സൊസൈറ്റിയിൽ നോർമലായിരുന്നു. കാരണം ബ്രിട്ടീഷ് ഫാമിലിക്ക് ഒന്നോ അതിലധികമോ ഇന്ത്യക്കാരായിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ വിസിറ്റ് ചെയ്യും, പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെ ശരിക്കും ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ തന്നെ അവർ പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് കമലാദാസ് പറയുന്നത്. My father's superior at that time was a balding, red-faced gentleman named Ross, who called my father my good friend Nair whenever he came to our home, thrilling all of us to our very bonds. And എൻ്റെ അച്ഛന് ഒരു സുപ്പീരിയർ ഉണ്ടായിരുന്നു, ഒരു ബാൾഡിങ് ആയിട്ടുള്ള, അതായത് ഒരു കഷണ്ടി ആയിട്ടുള്ള ഒരു വ്യക്തി, റെഡ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ. അദ്ദേഹത്തിൻ്റെ പേര് റോസ് എന്നായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛനെ മൈ ഗുഡ് ഫ്രണ്ട് നായർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം എപ്പോഴും വീട്ടിലൊക്കെ വരാറുണ്ടായിരുന്നു. വീട് വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞങ്ങളെല്ലാം സന്തോഷമാക്കിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ്. വെൻ വി വെൻറ്റ് വൺസ് ടു മലബാർ ഫോർ എ മന്ത്സ് സ്റ്റേ വിത്ത് മൈ ഗ്രാൻഡ് മദർ, വി ലെൻറ്റ് അവർ കുക്ക് ടു മിസ്സസ് റോസ് സോ ദാറ്റ് ഷീ മൈറ്റ് ടീച്ച് ഹിം ദ റുഡിമെൻറ്റ്സ് ഓഫ് യൂറോപ്യൻ കുക്കറി.
അങ്ങനെ ഞങ്ങൾ ഒരു മാസം നാട്ടിലേക്ക് വന്നു. വെക്കേഷന് ഒരു മാസം നാട്ടിലേക്ക് മുത്തശ്ശിയെ കാണാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുക്കിനെ, ലെൻറ്റ് മീൻസ് കടം കൊടുക്കുക, അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുക്കിനെ ആർക്ക് കൊടുത്തു? ഒരു മാസത്തേക്ക് മിസ്സിസ് റോസിന് അവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് കുക്കിനെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മിസ്സിസ് റോസ് എന്ത് ചെയ്യും? കുക്കിനെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കും. യൂറോപ്യൻ കുക്കറിയുമായിട്ടുള്ള, അതായത് യൂറോപ്യൻ കുക്കിംഗ് സ്റ്റൈലൊക്കെ അയാളെ പഠിപ്പിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കുക്കിനെ 1 month ആർക്ക് ലെൻഡ് ചെയ്തു? മിസ്സിസ് റോസിന് ലെൻഡ് ചെയ്തു. വിത്ത് എവറി വെക്കേഷൻ ദാറ്റ് വി ടുക്ക്, അവർ കുക്ക് അഡ്വാൻസ്ഡ് മോർ ആൻഡ് മോർ ഇൻ ദ culinary arts until our eating habits had to be altered to suit his sophistication. അങ്ങനെ ഓരോ വെക്കേഷനും ഇങ്ങനെ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? കുക്കിനെ റോസിൻ്റെ അടുത്ത് നിർത്തിയിട്ട് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ പതിയെ കുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. എന്തിൽ? കൾനറി ആർട്സ് ഹിയർ മീൻസ് പാചകകലയിൽ അയാൾ വിദഗ്ധനായി മാറി. അതുപോലെ തന്നെ അയാൾ ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം യൂറോപ്യൻ സ്റ്റൈലായി കുക്ക്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും പുള്ളി ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് ദ റൈസ് ആൻഡ് കറി ഹി സെർവ്ഡ് അസ് സൂപ്സ്, കട്ട്ലെറ്റ്സ് ആൻഡ് എ സ്റ്റ്യൂ. ആൻഡ് റൈസും കറിയും കൊടുക്കുന്നതിന് പകരം അദ്ദേഹം സൂപ്പും കട്ട്ലെറ്റ്സും സ്റ്റ്യൂവും ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫോർ മൈ മദർ ഹി കുക്ക്ഡ് എ പ്ലേറ്റ് ഓഫ് റൈസ് ആൻഡ് ലെൻറ്റിൽസ്. പക്ഷേ അമ്മയ്ക്ക് റൈസും കറികളും തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ബിക്കോസ് ഹി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ടു ലേറ്റ് ടു ചേഞ്ച് ഹെർ ടേസ്റ്റ്. അമ്മയ്ക്ക് റൈസും കറീസും കൊടുത്തിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു, കാരണം അമ്മ കുറച്ച് വയസ്സായതാണ്, അമ്മയുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. മൈ ഫാദർ ഏറ്റ് വിത്ത് എ ഫോക്ക് ആൻഡ് നൈഫ്. പക്ഷേ അച്ഛൻ ഫോക്കും നൈഫും യൂസ് ചെയ്ത് യൂറോപ്യൻ സ്റ്റൈലിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ദ ചിൽഡ്രൻ, മൈ എൽഡർ ബ്രദർ ആൻഡ് ഐ, ഈറ്റിംഗ് ഏർലി ആൻഡ് അൺസൂപ്പർവൈസ്ഡ്, ഏറ്റ് വെസ്റ്റേൺ മീൽസ് with our little brown fingers, licking our hands, enjoying all that was served on our plates, while the cook stood by frowning. He thought us savages. പക്ഷെ ഞാനും എൻ്റെ എൽഡർ ബ്രദറും, അതായത് കുട്ടികളായ ഞാനും എൻ്റെ എൽഡർ ബ്രദറും എന്ത് ചെയ്യുമായിരുന്നു? അൺസൂപ്പർവൈസ്ഡ് ആയിട്ട്, അത്രയും വലിയ ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ വെസ്റ്റേൺ മീൽസ്, അതായത് ബ്രിട്ടീഷ് മീൽസ് ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ലിക്ക് ചെയ്ത്, ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ നക്കി തുടച്ചിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ആൻഡ് ഞങ്ങളങ്ങനെ ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ ഒന്നും യൂസ് ചെയ്തിട്ടായിരുന്നില്ല കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹീറ്റിംഗ് ഹാബിറ്റ്സ് കാണുമ്പോൾ നമ്മുടെ കുക്ക് ഇങ്ങനെ ഫ്രൗൺ ചെയ്യുമായിരുന്നു, മുഖം ചുളിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ഹി തോട്ട് ആസ് സാവേജസ്. ഞങ്ങൾ വെറും കാട്ടാളന്മാരാണ് എന്ന്, അല്ലെങ്കിൽ അപരിഷ്കൃതരായ വ്യക്തികളാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അയാൾ വല്ലാതെ മുഖം ചുളിച്ച് നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മൈ ഫാദർ വാസ് ഓൾവേസ് ബിസി വിത്ത് ഹിസ് വർക്ക് അറ്റ് ദ ഓട്ടോമൊബൈൽ ഫേം where he was employed selling Rolls-Royce, Humbers and Bentleys to the Indian princes and their relatives. അങ്ങനെ അച്ഛൻ പക്ഷേ ആ സമയത്ത് ഓട്ടോമൊബൈൽ ഫേമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം വളരെ ബിസി ആയിരുന്നു. റോൾസ് റോയ്സും ഹംബേഴ്സും ബെൻറ്റ്ലി മുതലായ ഫേമസ് കാർസൊക്കെ ഇന്ത്യൻ രാജാക്കന്മാർക്കും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ വിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. മൈ മദർ, വേഗ് ആൻഡ് ഇൻഡിഫറൻറ്റ്, spent her time lying on her belly on a large 4-post bed composing poems in Malayalam. അതേസമയം അമ്മ വേഗ് ആൻഡ് ഇൻഡിഫറൻ്റ് ആയിരുന്നു. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു. അമ്മ അങ്ങനെ എപ്പോഴും കൂടുതൽ സമയം അമ്മ ഇങ്ങനെ ബെഡിൽ കിടന്നുകൊണ്ട് കവിതകൾ എഴുതി, മലയാളത്തിലെ കവിതകളൊക്കെ എഴുതി സമയം സ്പെൻഡ് ചെയ്തിരുന്നു. വി ഹാഡ് നോ ഫുൾ ടൈം മെയ്ഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞങ്ങൾക്ക് ഫുൾ ടൈം മെയ്ഡ്, അതായത് ഫുൾ ടൈം സെർവൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. The cook took us to the European school a furlong away and brought us back in the afternoon. കുക്കാണ് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതും. ഞങ്ങളൊരു യൂറോപ്യൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സോ കുക്ക് കൊണ്ടാക്കും, വിളിച്ചുകൊണ്ട് വരും. അതല്ലാണ്ട് അമ്മയും വലുതായിട്ട് ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യില്ലായിരുന്നു. മറ്റ് മെയ്ഡ്സും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛനും അങ്ങനെ വളരെ ബിസി ആയിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അച്ഛനും അങ്ങനെ ഇടപെടാറില്ല. He was not of an affectionate nature, so we grew up more or less neglected, and because we were aware of ourselves as neglected children in a social circle that pampered the young, there developed between us a strong relationship of love. So ആ കുക്ക് ഞങ്ങളോട് വിളിച്ചുകൊണ്ട് വരികയും കൊണ്ടുവിടുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും അത്രയും വലിയ അഫെക്ഷനേറ്റ് ആയിട്ടുള്ളൊരു രീതിയിലൊന്നും അയാളും ഞങ്ങളോട് പെരുമാറിയില്ല. അത്ര അടുപ്പമൊന്നും അയാളും കാണിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വളർന്നത് എങ്ങനെയാണ്? മോർ ഓർ ലെസ് നെഗ്ലക്റ്റഡ്, അതായത് കുറേയൊക്കെ അവഗണിക്കപ്പെടുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ വളർന്നത്.
ബിക്കോസ് വി വെർ അവെയർ ഓഫ് ourselves ആസ് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ഇൻ എ സോഷ്യൽ സർക്കിൾ. ഞങ്ങളങ്ങനെ നെഗ്ലക്റ്റഡ് ആയിട്ട് വളർന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബ്രദറും ഞാനും തമ്മിൽ. പാമ്പേർഡ് മീൻസ് എന്താണ്, വാത്സല്യത്തോടെ കൊണ്ട് നടക്കുക എന്നാണ്. സോ എന്താണ്, ബ്രദറ് ഭയങ്കര വാത്സല്യത്തോടെ തന്നെയാണ് കമലയോടൊപ്പം നടന്നത്. ആൻഡ് അവർ തമ്മിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. ദ കൈൻഡ് എ ലെപ്പർ മേ ഫീൽ ഫോർ ഹിസ് മെയ്റ്റ് ഹു പുഷ്ഡ് ഹിം ഓൺ എ ഹാൻഡ് കാർട്ട് വെൻ ദേ വെൻറ്റ് ഓൺ ദെയർ ബെഗിങ് റൗണ്ട്സ്. എങ്ങനെയാണോ ഒരു ലെപ്പർ മീൻസ് കുഷ്ഠരോഗി, എങ്ങനെയാണോ ഒരു കുഷ്ഠരോഗിയെ തൻ്റെ കൂടെയുള്ള മറ്റൊരാൾ ഒരു ഹാൻഡ് കാർട്ടിലിരുത്തി തള്ളിക്കൊണ്ട് പോകുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ പോലെയായിരുന്നു ഞങ്ങളും എന്ന് പറയുന്നു. കാരണം പരസ്പരം എന്തും കൊടുത്ത് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ബ്രദറും സിസ്റ്ററുമായിരുന്നു ഞങ്ങൾ. മൈ ബ്രദർ വാസ് പ്ലംപ് ആൻഡ് ഡാർക്ക്. ഹിസ് ഐസ് വെർ ബ്രൈറ്റ് ആൻഡ് സർക്കുലർ. സോ എൻ്റെ ബ്രദർ കുറച്ച് തടിച്ചതും അതുപോലെ തന്നെ ഡാർക്ക് കളറും ആയിരുന്നു. അവൻ്റെ ഐസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നല്ല ബ്രൈറ്റും സർക്കുലറും ആയിട്ടുള്ള ഐസ് ആയിരുന്നു. Although he was the cleverest in his class, the white boys made fun of him and tortured him by pushing a pointed pencil up his nostril. അവൻ വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ക്ലാസ്സിലെ. പക്ഷേ വൈറ്റ് ബോയ്സ് എപ്പോഴും അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നിരുന്നു. അവനെ മാക്സിമം ടോർച്ചർ ചെയ്യുമായിരുന്നു വൈറ്റ് ബോയ്സ്. ആൻഡ് അവർ പോയിൻറ്റഡ് ആയിട്ടുള്ള പെൻസിലെടുത്ത് അവൻ്റെ മൂക്കിലിങ്ങനെ കുത്തുന്നൊരു പതിവൊക്കെ ഉണ്ടായിരുന്നു. വൺ ഡേ ഹിസ് ഷർട്ട് ഫ്രണ്ട് വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. ഒരു ദിവസം അവൻ്റെ ഷർട്ടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ബ്ലഡ് ഇരിക്കുന്നത് കമല കണ്ടു. ഹി വാസ് സ്റ്റൺഡ് ബൈ ദ ക്രൂവൽറ്റി ബട്ട് ഈവൻ ദ ടിയേഴ്സ് സീംഡ് ഇൻഹിബിറ്റഡ്, സ്റ്റേയിങ് സസ്പെൻഡഡ് ഓൺ ഹിസ് ലാഷസ് വൈൽ വില്യം ദ ബുള്ളി എക്സ്ക്ലൈംഡ്, ബ്ലാക്കി യുവർ ബ്ലഡ് ഇസ് റെഡ്. ആ സമയത്ത് ആ ക്രൂവൽറ്റിയിൽ അവനാകെ പകച്ചു പോയിരുന്നു. അവൻ്റെ കണ്ണുനീർ തുള്ളി പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമായിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. കാരണം അവൻ അത്ര പേടിച്ച് അവനാകെ സ്തബ്ധനായി നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഈ സമയത്ത് അവൻ്റെ ഒരു കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിട്ടുള്ള വില്യം അവനെ ഉപദ്രവിച്ച, ബുള്ളിയിങ് മീൻസ് ഉപദ്രവിക്കുക, അപ്പോൾ ഉപദ്രവിച്ച ആ പയ്യൻ പറയുകയാണ്, ബ്ലാക്കി യുവർ ബ്ലഡ് ഇസ് റെഡ്. ബ്ലാക്കി മീൻസ് കറുത്തവൻ എന്നുള്ളൊരു മീനിങ് ആണ്. നിൻ്റെ ബ്ലഡിന് റെഡ് കളറാണ് എന്ന് പറയുന്നു. ഐ സ്ക്രാച്ച്ഡ് ഹിസ് ഫേസ് ഇൻ എ മാഡ് റേജ് but was soon overpowered by the tough Anglo-Indians who were on the other side fighting for the white man's rights. ഈ സമയത്ത് ഇത് കേട്ട് സഹിക്കവയ്യാതെ കമലദാസ് എന്ത് ചെയ്തു, സ്ക്രാച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. സ്ക്രാച്ച് മീൻസ് മാന്തുക, നഖം ഉപയോഗിച്ച് ആ വില്യത്തിനെ മാന്തി. ഈ സമയത്ത് അവിടെ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റുഡൻസ് വേറെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വില്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നിന്നു. വൈറ്റ് മാൻ്റെ റൈറ്റിന് വേണ്ടിയിട്ട് അവരും ഫൈറ്റ് ചെയ്തു. We did not tell our parents of the tortures we underwent at school for wearing under the school uniform of white twill a nut brown skin. പക്ഷെ ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ പാരൻസിനോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല. സോ ആൾക്കാർ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്കൂൾ യൂണിഫോമിനുള്ളിൽ നട്ട് ബ്രൗൺ സ്കിൻ വിച്ച് മീൻസ് എന്താണ്, നട്ട് ഒരു ബ്രൗൺ കളറിലെ സ്കിന്നുമായിട്ട് വെള്ള സ്കൂൾ യൂണിഫോമിനുള്ളിൽ ഞങ്ങൾ വളരെയധികം ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പാരൻസിനോട് പറഞ്ഞിരുന്നില്ല. Occasionally, the school would get a distinguished visitor, a bird of bright plumage, alighting for a short while. സോ ചിലപ്പോഴൊക്കെ സ്കൂളിൽ ഗസ്റ്റ് വരാറുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലേക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ബേർഡ് പറന്നിറങ്ങുന്നത് പോലെ, കുറച്ച് നേരത്തേക്ക് പറന്നിറങ്ങി ഇങ്ങനെ വരുന്നത് പോലെ ഇടയ്ക്കൊക്കെ സ്കൂളിൽ ഗസ്റ്റ് വരാറ്. ഗവർണേഴ്സ് വൈഫ്, എ വൈറ്റ് മുസ്റ്റാഷ്ഡ് അഡ്മിറൽ ഓർ എ ലേഡി ഇൻ ഗ്രേ സിൽക്സ് ക്ലെയിമിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാമിലി അറ്റ് ബക്കിംഗ്ഹാം പാലസ്. സോ ഗവർണറുടെ വൈഫാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് മുസ്റ്റാഷുള്ള ഒരു അഡ്മിറൽ ആവാം, അതുമല്ലെങ്കിൽ നല്ല സിൽക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ലേഡി ആവാം. ബക്കിംഗ്ഹാം പാലസ്, അതായത് ഇംഗ്ലണ്ടിലെ പാലസാണ്, പാലസുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ആവാം. അങ്ങനെ എന്നും ഗസ്റ്റ് വരുന്നൊരു പതിവ്, എന്നുമല്ല ഒക്കേഷനലി വല്ലപ്പോഴും ഒക്കെ ഗസ്റ്റ് വരുന്നൊരു പതിവ് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഐ ഡു നോട്ട് നോ മാഡം മാനേജ് ടു ലവർ സച്ച് ഓഗസ്റ്റ് പേഴ്സണേജസ് ഇൻ. അപ്പം ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഞങ്ങളുടെ ലേഡി പ്രിൻസിപ്പൽ ഇങ്ങനെയുള്ള ഓഗസ്റ്റ് പേഴ്സണേജസ് വിച്ച് മീൻസ് വിശിഷ്ട അതിഥികളെ എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവേഴ്സ് വാസ് നോട്ട് എ ബിഗ് സ്കൂൾ. ഞങ്ങളുടേത് അത്ര വലിയൊരു സ്കൂളൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ഇങ്ങനെയുള്ള വിശിഷ്ട അതിഥികൾ സ്കൂൾ വിസിറ്റ് ചെയ്തിരുന്നു. Perhaps it was because we sang the national anthem, Rule Britannia, louder than the others. ചിലപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നാഷണൽ ആന്തമായിട്ടുള്ള റൂൾ ബ്രിട്ടാനിയ എന്നുള്ള നാഷണൽ ആന്തം ഉറക്കെ ചൊല്ലിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബ്രിട്ടീഷ് പേഴ്സണൽസൊക്കെ ഞങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നത്.
In the morning, while Madam sat at the grand piano on which stood the tinted photograph of the British royal family, and we raised our voice in song singing, Britons never, never shall be slaves. So, രാവിലെ സ്കൂൾ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ പിയാനോവുമായിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിയാനോയുടെ മുൻപിൽ ഒരു ഫോട്ടോഗ്രാഫ് വെക്കാറുണ്ടായിരുന്നു. ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ ഫോട്ടോഗ്രാഫായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഉറക്കെ പാടും, ബ്രിട്ടൻസ് നെവർ നെവർ ഷാൾ ബി സ്ലേവ്സ്. ബ്രിട്ടൻസ് ഒരിക്കലും അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഒരിക്കലും സ്ലേവ്സ് ആവില്ല എന്ന് പാടി പാടി ഞങ്ങളിങ്ങനെ ആ നാഷണൽ ആന്തം പാടുമായിരുന്നു. ഈവൻ ദ പോസ്റ്റ്മാൻ സ്ലോഡ് ഹിസ് വോക്ക് ടു ലിസൺ. ഈവൻ അവിടുത്തെ പോസ്റ്റ്മാൻ വരെ ഇത് കേട്ട് നിൽക്കും, കാരണം അത്രയൊക്കെയാണ് പാടുന്നത്. അയാൾ പോലും കുറച്ച് നേരം നിന്നത് കേൾക്കും. ജോർജ് ദ സിക്സ്ത്, ഗോഡ് സേവ് ഹിസ് സോൾ, യൂസ് ടു വിങ്ക് അറ്റ് us from the gilt frame as though he knew that the British were singing in India their swan song. So ആ കൂട്ടത്തിൽ ബ്രിട്ടീഷ് ഫാമിലിയുടെ പിക്ചർ ഉണ്ടല്ലോ, അതിൽ കിങ് ജോർജ് എയ്ത്തിൻ്റെ പിക്ചറുമുണ്ട്. ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹം കണ്ണ് മിഴിച്ച് അല്ലെങ്കിൽ കണ്ണിങ്ങനെ ചിമ്മി ഈ പാട്ട് കേട്ട് ആസ്വദിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാവാം, അതായത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാവാം. കാരണം ബ്രിട്ടീഷ് സോങ് ഇന്ത്യയിൽ പാടുന്നല്ലോ എന്നോർത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടാവാം. ഷേർലി ടെമ്പിൾ വാസ് ദ റേജ് then with her golden ringlets and her toothy smile. ഷേർലി ടെമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ആക്ട്രസ് ആണ്. സോ ആ സമയത്ത് ഷേർലി ടെമ്പിൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവരുടെ ചുരുൾമുടി, അതായത് ഗോൾഡൻ കളറിലെ റിംഗ്ലെറ്റ്സ്, വിച്ച് മീൻസ് ചുരുണ്ട അവരുടെ മുടിയും അതുപോലെ അവരുടെ ചിരിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഓൾ ദ ലിറ്റിൽ ഗേൾസ് കോപ്പീഡ് ഹർ. അപ്പം എല്ലാ കുട്ടികളും അവളെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അവർ സ്കൂൾ ഹങ് ഹർ പിക്ചർ ഓൺ ദ വാൾ ബിഹൈൻഡ് ദ പിയാനോ. സോ പിയാനോൻ്റെ പുറകിൽ അവളുടെ ഒരു പിക്ചർ തൂക്കിയിട്ടുണ്ടായിരുന്നു. വി ഹാഡ് ഇൻ മൈ ക്ലാസ് അനദർ ഷേർലി. ഞങ്ങളുടെ ക്ലാസ്സിൽ മറ്റൊരു ഷേർലി ഉണ്ടായിരുന്നു. സ്കോട്ട് വിത്ത് പിങ്ക് ചീക്സ് ആൻഡ് യെല്ലോ റിംഗ്ലെറ്റ്സ്. അപ്പോൾ അവളുടെ ചീക്സ് എന്ന് പറയുന്നത്, കവിളുകൾ എന്ന് പറയുന്നത് പിങ്ക് കളറായിരുന്നു, അവളുടെ മുടികൾ യെല്ലോ കളറിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്നിരുന്നു. വെൻ ദ ഡിഗ്നിറ്ററീസ് അറൈവ്ഡ് ഇറ്റ് വാസ് ഓൾവേസ് ഷേർലി ഹു ക്യാരിഡ് അപ്പ് ദ ബൊക്കെ. ഡിഗ്നിറ്ററീസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ വരുമ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് അവളായിരുന്നു. Once she was asked to read a poem that I had composed, and when the visitor asked who wrote it, our principal said, "Surely, of course, she is a companion of beauty and brains." ഒരിക്കൽ വിസിറ്റേഴ്സ് വന്നപ്പോൾ ഷേർലി ഒരു സോങ് ചൊല്ലി, അല്ലെങ്കിൽ ഒരു പോയം ചൊല്ലി. ആ പോയം എന്ന് പറയുന്നത് ശരിക്കും കമലാദാസ് എഴുതിയ പോയമായിരുന്നു. ഈ കവിത കേട്ടിട്ട് വന്ന ഗസ്റ്റ് ചോദിച്ചു ആരാണ് ഈ കവിത എഴുതിയതെന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഷേർലിയാണ്. അവളെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ബ്യൂട്ടി ആൻഡ് ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അതായത് ബുദ്ധിയുടെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഷേർലി എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. ആൻഡ് ദെൻ ദെയർ വാസ് ഫ്രം ദ ഗവർണേഴ്സ് വൈഫ് സ്പെഷ്യൽ കിസ്. വാട്ട് എ ബ്രൈറ്റ് ലിറ്റിൽ മോപ്പറ്റ് ഷീ സെഡ്. ഇത് കേട്ട ഉടനെ ഗവർണറിൻ്റെ വൈഫ് ഈ ഒരു കുട്ടിയെ ഇങ്ങനെ ചേർത്ത് നിർത്തി അവൾക്കൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വാട്ട് എ ബ്രൈറ്റ് ലിറ്റിൽ മോപ്പറ്റ്. മോപ്പറ്റ് മീൻസ് സ്വീറ്റ് കിഡ് എന്നുള്ള ആ ഒരു മീനിങ് ആണ്. എത്ര സ്വീറ്റ് ആയിട്ടുള്ളൊരു കിഡാണ് നീ എന്ന് പറഞ്ഞു. When the visitor came, the brown children were always discreetly hidden away, swept under the carpet, told to wait in the corridor behind the lavatories where the school ayahs kept them company. സോ ഇതുപോലുള്ള വിസിറ്റേഴ്സ് വരുമ്പോൾ ബ്രൗൺ ചിൽഡ്രനെ എപ്പോഴും അവർ മാറ്റി നിർത്തുക പതിവായിരുന്നു. പലപ്പോഴും ഒളിച്ചു നിർത്താറുണ്ടായിരുന്നു. കാർപ്പറ്റ് ശരിക്കും ടോയ്ലറ്റ്സിൻ്റെ അവിടെയും കോറിഡോർസിലുമൊക്കെ അവരെ ഒളിച്ചു നിർത്തുക പതിവായിരുന്നു. അവരെ നോക്കാനായിട്ട് ആയയും അല്ലെങ്കിൽ അവരുടെ നാനിയെയും ഏർപ്പാട് ചെയ്തിരുന്നു. ആയ മീൻസ് അറിയാമല്ലോ, അവരെ നോക്കുവാനായിട്ട് അവരെയും ഏർപ്പാട് ചെയ്തിരുന്നു. നൺ ഓഫ് us ലുക്ക്ഡ് ടു pretty in those days. ആ സമയത്ത് ഞങ്ങളെയൊന്നും കാണാൻ അത്രയും ഭംഗിയുണ്ടായിരുന്നില്ല. There were six in all, counting Louis, the black Anglo-Indian, who could not make up his mind which side to take. സോ ഞങ്ങളിൽ 6 പേരുണ്ടായിരുന്നു ബ്രൗൺ സ്കിന്നുള്ളത്. അതിൽ ലൂയിസ് എന്നുള്ള കറുത്ത ആംഗ്ലോ ഇന്ത്യനും ഉണ്ടായിരുന്നു. സോ ബ്ലാക്ക് ആംഗ്ലോ ഇന്ത്യൻസിൽ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു ലൂയിസ്. അവന് ശരിക്കും കൺഫ്യൂഷനായിരുന്നു. അവൻ ഏത് സൈഡിൽ നിൽക്കണം, ബ്രൗൺ ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ കൂടെ നിൽക്കണോ അതോ യൂറോപ്യൻസിൻ്റെ കൂടെ നിൽക്കണോ? അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇഫ് വി വെയർ ഹേറ്റഡ് ബൈ വൈറ്റ് ചിൽഡ്രൻ, പുവർ ലൂയിസ് വാസ് ഹേറ്റഡ് മോർ. ബട്ട് ഹി ഫോളോഡ് ദം എബൌട്ട്, ക്ലൗണിങ് ടു പുട്ട് ദം ഇൻ ഗുഡ് ഹ്യൂമർ, ബാർക്കിംഗ് ലൈക്ക് അഡോസ് ആൻഡ് ബ്രേയിങ് ലൈക്ക് ആൻ ആസ്. പക്ഷേ അവൻ ഞങ്ങളെപ്പോലെ
അവനും ഇഫ് വി വെർ ഹേറ്റഡ് ബൈ ദ വൈറ്റ് ചിൽഡ്രൻ, ഞങ്ങളെ വൈറ്റ് ചിൽഡ്രൻ ഹേറ്റ് ചെയ്തതുപോലെ പുവർ ലൂയിസിനെയും ഹേറ്റ് ചെയ്തിരുന്നു. ബട്ട് പുവർ ലൂയിസിനെയാണ് അവർ ഏറ്റവും വെറുത്തിരുന്നത്. പക്ഷേ പുവർ ലൂയിസ് എന്ത് ചെയ്യും? ആ വൈറ്റ് ചിൽഡ്രൻ പറയുന്നത് പോലെ അനുസരിക്കും. ചിലപ്പോൾ അവരെ ചിരിപ്പിക്കാനായിട്ട് ഒരു ക്ലൗണിനെ പോലെ അവർ പറയുന്നതൊക്കെ അനുസരിക്കും. ചിലപ്പോൾ നായയെ പോലെ അത് ബാർക്ക് ചെയ്യും, ആ കുട്ടി ബാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ കഴുതയെ പോലെ ബ്രേ ചെയ്യും, കരയും. അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ലൂയിസ് അങ്ങനെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ കമലാദാസ് കാണിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു വർണ്ണവിവേചനം കൊണ്ടുവരുന്നത് എന്നതാണ്. ശരിക്കും ഇന്ത്യക്കാരായിട്ടുള്ള 6 കുട്ടികൾ, 6 കുട്ടികൾ എന്നത് ഒരു ബ്ലാക്ക് ആംഗ്ലോ അമേരിക്കൻ കുട്ടിയും കൂടി ഉൾപ്പെടുത്തിയാണ്. അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ശരിക്കും തങ്ങൾക്കൊള്ളില്ല, തങ്ങളുടെ സ്കിൻ കളറിൻ്റെ പേരിലാണ് തങ്ങളെ മറ്റുള്ളവർ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ ഒരു വിഷമം എത്രത്തോളമാണ് എന്നാണ് കമലാദാസ് ഈ ഒരു പെർട്ടിക്കുലർ ലെസണിലൂടെ പറയുന്നത്. ജസ്റ്റ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. വാട്ട് വാസ് നോർമൽ ഫോർ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നോർമലായിട്ടുള്ളത്? എന്തായിരുന്നു? ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ചില സൊസൈറ്റിയിൽ ഫ്രണ്ട്സിനെ പോലെയായിരുന്നു, ഈക്വൽസിനെ പോലെയായിരുന്നു. അതാണ് നോർമലായിട്ടുള്ളത്. വൈ ഡിഡ് ദ കുക്ക് കൺസിഡർ ദ ചിൽഡ്രൻ ആസ് സാവേജസ്? എന്തുകൊണ്ടാണ് കുക്ക് ചിൽഡ്രനെ സാവേജസ്, കാട്ടാളന്മാരായിട്ട് അല്ലെങ്കിൽ അപരിഷ്കൃതരായിട്ട് കണക്കാക്കിയത്? ബിക്കോസ് ഓഫ് ദെയർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മോശമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ടാണ്. വാട്ട് ഹാപ്പൻഡ് ആസ് ദ കുക്ക് അഡ്വാൻസ്ഡ് ഇൻ ഹിസ് കൾനറി ആർട്സ്? കൾനറി ആർട്സിൽ, പാചകകലയിൽ കുക്ക് അഡ്വാൻസ്ഡ് ആയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? ഹി ഇമിറ്റേറ്റഡ് യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കുക്കിംഗ്, അല്ലേ? ഹി സെർവ്ഡ് സൂപ്സ്, കട്ട്ലേറ്റ്സ്, സ്റ്റ്യൂസ് എക്സെട്ര ടു കമലാദാസ് ഫാമിലി. അപ്പോൾ ശരിക്കും അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? യൂറോപ്യൻ കുക്കിംഗ് സ്റ്റൈൽ അദ്ദേഹം അനുകരിച്ചു. കമലാദാസിൻ്റെ ഫാമിലിക്ക് സ്റ്റൂവും കട്ട്ലറ്റും അതുപോലെ സൂപ്പും ഒക്കെ കൊടുക്കുകയുണ്ടായി. വാട്ട് ഡിഡ് റൈറ്റേഴ്സ് മദർ യൂഷ്വലി ഡു? എന്താണ് റൈറ്ററിൻ്റെ അമ്മ എപ്പോഴും ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം കമലാദാസിൻ്റെ അമ്മ ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ്. അതുകൊണ്ട് തന്നെ അവർ കവിതകൾ എഴുതുന്നത് പതിവായിരുന്നു. ബാലാമണി അമ്മയാണ് കമലാദാസിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ അവർ കവിതകൾ എഴുതുന്നത് പതിവായിരുന്നു. ആ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൂ വാസ് മിസ്റ്റർ റോസ്? ഡിസ്ക്രൈബ് ഹിം. ആരാണ് മിസ്റ്റർ റോസ്? മിസ്റ്റർ റോസ് ആരായിരുന്നു? ഹി ഈസ് ഫ്രണ്ട് ഓഫ് കമലാദാസ് ഫാദർ. ദെൻ ഡിസ്ക്രൈബ് ഹിം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബാൽഡ് ഹെഡായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, റെഡ് ഫേസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അതൊക്കെ എഴുതുക. ഹൗ ഡിഡ് ദ വൈറ്റ് ബോയ് പെർസിക്യൂട്ട് ദ റൈറ്റേഴ്സ് ബ്രദർ? എങ്ങനെയാണ് വൈറ്റ് ബോയ് റൈറ്ററിൻ്റെ ബ്രദറിനെ പെർസിക്യൂട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? പെൻസിൽ നോസ്ട്രൽസിലേക്ക് പുട്ട് ചെയ്തിട്ടാണ് പെർസിക്യൂട്ട് ചെയ്തത്. ഹൗ ഡിഡ് കമല റെസ്പോണ്ട് ടു ദ ടോർച്ചർ ബൈ ദ വൈറ്റ് ചിൽഡ്രൻ? എങ്ങനെയാണ് കമല ആ ഒരു വൈറ്റ് ചിൽഡ്രൻ്റെ ടോർച്ചറിനെതിരെ പ്രതികരിച്ചത്? എങ്ങനെയായിരുന്നു? ഷീ സ്ക്രാച്ച്ഡ് വില്യം ദ ബുള്ളി, അല്ലേ? അപ്പം ആ ബുള്ളി ചെയ്ത ബോയിയെ എന്ത് ചെയ്തു? സ്ക്രാച്ച് ചെയ്തു. വൈ ഡിഡ് ദ റൈറ്റർ സേ ദാറ്റ് ഷീ ആൻഡ് ഹെർ ബ്രദർ വെയർ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് റൈറ്റർ താനും തൻ്റെ ബ്രദറും നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ആണെന്ന് പറയുന്നത്? ബിക്കോസ് മദർ അവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യാറില്ലായിരുന്നു, ഫാദറും അങ്ങനെ ടേക്ക് കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ബിസി ലൈഫ് സ്റ്റൈലിലായിരുന്നു. അതുകൊണ്ടാണ് കമലാദാസ് അങ്ങനെ പറയുന്നത്. വൈ അക്കോർഡിംഗ് ടു ദ നറേറ്റർ ഡിഡ് ഇന്ത്യൻ ചിൽഡ്രൻ സഫർ അറ്റ് ദ ഹാൻഡ്സ് ഓഫ് വൈറ്റ് ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് നറേറ്റർ ശരിക്കും ഇന്ത്യൻ ചിൽഡ്രൻ വൈറ്റ് ചിൽഡ്രൻ്റെ ഹാൻഡ്സിൽ സഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്? ബിക്കോസ് ഇന്ത്യൻ ചിൽഡ്രൻ ഹാവ് ശരിക്കും വൈറ്റ് സ്കിന്നാണ് അവർക്കുള്ളത്, ബ്ലാക്ക് സ്കിന്നാണ്, ബ്രൗൺ സ്കിന്നാണ് അവർക്കുള്ളത്. ദാറ്റ് ഈസ് വൈ ദേ വർ ടോർച്ചേർഡ് ബൈ വൈറ്റ് ചിൽഡ്രൻ. ഹൂ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ബുള്ളി? ആരെയാണ് ഒരു ബുള്ളി എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വില്യം. ഹൂ വെയർ ദ ഡിസ്റ്റിങ്ഷ്ഡ് വിസിറ്റേഴ്സ് ടു ദ സ്കൂൾസ്? ആരായിരുന്നു സ്കൂളിലേക്കുള്ള ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള വിസിറ്റേഴ്സ്? ചിലപ്പോൾ ഗവർണറുടെ വൈഫ് ആവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഡിഗ്നിറ്ററീസ് ആവാം. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. വാട്ട് ഡിഡ് ദ സ്റ്റുഡൻസ് സിംഗ് ഇൻ ദ മോർണിംഗ്? എന്താണ് സ്റ്റുഡൻസ് രാവിലെ അസംബ്ലിയിൽ പാടാറുണ്ടായിരുന്നത്? ഇറ്റ്സ് എ നാഷണൽ സോങ് ഓഫ് ഓർ നാഷണൽ ആന്തം ഓഫ് ബ്രിട്ടൻ. ആ ഒരു ആന്തത്തിൻ്റെ ആ ഒരു വരി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഹൂ വാസ് ദ അതർ ഷേർലി? ആരായിരുന്നു അതർ ഷേർലി? ഷേർലി എന്ന് പറയുന്നത് ആരായിരുന്നു? ശരിക്കും കമലദാസിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വാട്ട് ഫ്രോഡ് ഡിഡ് ദ പ്രിൻസിപ്പൽ പ്ലേ വിത്ത് പോയം കമല റോട്ട്? എന്ത് ഫ്രോഡാണ് പ്രിൻസിപ്പൽ ശരിക്കും കാണിച്ചത്? എന്തായിരുന്നു? ഷേർലിയാണ് പോയം എഴുതിയതെന്ന് പറഞ്ഞു. ദെൻ ഹൂ വാസ് ദ ആംഗ്ലോ ഇന്ത്യൻ ബോയ് ഓഫ് ദ ക്ലാസ്? ആരായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡേവിഡ്, അല്ലേ? കമൻറ്റ് ഓൺ കമലാസ് ആറ്റിറ്റ്യൂഡ് ടു ദ കുക്ക്. കുക്കിനോടുള്ള കമലയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ലെസൺസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മെയിൽ ചെയ്താലും മതി. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസും കൂടി കാണുക. ആൻഡ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്, കാരണം ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.